നമസ്കാരം. ഇന്ന് കണ്ണൂർ മൗണ്ടൻ നോക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി. 1964 മെയ് 31 കെ ദാമോദര മേനോന്റെയും ഈ വിലാസിനി അമ്മയുടെയും മകനായി നെട്ടൂരിൽ ജനനം. പിന്നീട് പനങ്ങാട് ഹൈസ്കൂൾ പഠനത്തിന് ശേഷം തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ ബിരുദത്തിന് ശേഷം കേരള ലോ അക്കാദമിയിൽ നിന്ന് LLBയും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് LLMലും ബിരുദം. തുടർന്ന് കേരള ഹൈക്കോടതിയിൽ കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്തു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന VDS മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറിയായും ചെയർമാനായും പ്രവർത്തിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖമായി മാറി. 2006 പറവൂരിൽ മത്സരിച്ച് ജയിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയി. പിന്നീട് 2011 2016 2021 വിജയക്കൊടി പാറിച്ചു. 12ാം നിയമസഭ ചീഫ് വിപ്പായി പ്രവർത്തിച്ചു. 15ാം നിയമസഭയിൽ ശക്തനായ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തിളങ്ങി. ഇനി VD സതീശൻ എന്ന മുഖ്യമന്ത്രിയിലേക്ക്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ VD സതീശന്റെ വിസ്മയ വാക്കുകളിലേക്ക്. UDFൽ വിസ്മയങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും VD സതീശൻ തുറന്നടിച്ചു. നിലപാടിൽ ഉറച്ച വാക്കുകളായിരുന്നു അത്. വലിയ സ്ഥാനമാനങ്ങൾ ഒന്നും അലങ്കരിക്കാതിരുന്ന അദ്ദേഹം 2021 വിസ്മയങ്ങൾ തീർത്തത്. ഹൈക്കമാൻഡ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി. 2006 2016 നിയമസഭയിൽ മുഴങ്ങിക്കേട്ടതും VD സതീശന്റെ ശബ്ദമായിരുന്നു. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെയും കേന്ദ്രത്തിൽ BJPയുടെയും ഇടയിൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്നതും മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത VD സതീശൻ എന്ന അതികായനാണ്. 62 വയസ്സുള്ള VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയണം. VDSന്റെ കുടുംബം, ഭാര്യ ലക്ഷ്മിപ്രിയ, മകൾ ഉണ്ണിമായ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയോടൊപ്പം ഇനി ഭരണസിരാ കേന്ദ്രത്തിൽ. മന്ത്രിസഭാ വിശേഷങ്ങളുമായി കണ്ണൂർ മൗണ്ടൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും.